ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. റംലാസ് കിച്ചണിൽ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ കുറച്ചൊക്കെ ടെൻഷൻ അടിക്കലില്ലേ, ആ സമയം മുട്ടയുണ്ടെങ്കിൽ ഇതേപോലെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഗസ്റ്റുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഇത്. മുട്ട ബജിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കതൊന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് കണ്ടു നോക്കാം. വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ഈ മുട്ട ബജി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് തരണം, ലൈക്ക് തരണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ നിങ്ങൾ ലാസ്റ്റ് വരെ കാണണം. അതുപോലെ എല്ലാ വീഡിയോ അങ്ങനെ കണ്ടാൽ മാത്രമേ നമുക്ക് എന്താണെന്നൊക്കെ മനസ്സിലാകുക. എന്നാൽ ശരി, നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഞാൻ അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് 4 കോഴിമുട്ട എടുത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ വെന്ത് വന്നു കഴിഞ്ഞാൽ അതൊന്ന് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു മൈദൻ്റെ ഒരു ബാറ്റർ ഉണ്ടാക്കണം. അതിനു വേണ്ടി ഞാൻ ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 വലിയ ഉള്ളിയാണ്. നമ്മൾ വലിയ ഉള്ളി അത് നല്ലതുപോലെ പൊടിയായി അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. പൊടിയായി അരിഞ്ഞ ഉള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 3 വലിയ പച്ചമുളകും 2 തണ്ട് കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, ഇതൊക്കെ എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ പൊടിയായി നുറുക്കിയെടുക്കുക. പൊടിയായി അരിഞ്ഞതിന് ശേഷം നമ്മൾ അതും തന്നെ ചേർത്ത് കൊടുക്കുക. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ഒരു 3/4 ടീസ്പൂണും നമ്മളെ നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ജീരകം ചേർക്കുന്നത് ഒന്ന് സ്കിപ്പായി പോയതുകൊണ്ടാണ്. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, കളറിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് 1/4 ടീസ്പൂൺ നമ്മളെ ബേക്കിംഗ് സോഡ, അതും പൗഡറല്ല സോഡയാണ്, അതും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ അത് നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ഇത് വെള്ളം ചേർത്ത് കൊടുക്കാൻ. നമ്മളങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലാ വെള്ളവും ഒന്നിച്ച് ചേർത്ത് കൊടുക്കാതെ ഇതേപോലെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ കൈകൊണ്ട് നല്ലതുപോലെ മൈദമാവും അതേപോലെ നമ്മൾ ചേർത്ത് കൊടുത്ത ഉള്ളി മറ്റതൊക്കെ നല്ലതുപോലെ കൈകൊണ്ട് ഇതേപോലെ മിക്സാക്കിയിട്ട് എടുക്കണം. മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ വെള്ളം കുറേശ്ശെനായിട്ട് ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ കലക്കിയിട്ട് വേണം ഇത് ബാറ്ററായിട്ട് എടുക്കാൻ. ഇത് നമ്മൾ മുട്ട ഇങ്ങനെ പൊതിഞ്ഞ് കിട്ടണം. ലൂസായി പോയി കഴിഞ്ഞാൽ, വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ നമ്മളെ മുട്ട അത്ര പൊതിഞ്ഞ് കിട്ടൂല. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുമാത്രമല്ല, നമ്മളിത് ഫ്രൈ ചെയ്യുമ്പം കുറച്ച് ശ്രദ്ധിക്കണം. ഈ ബാറ്റർ കുറച്ച് ലൂസാകുമ്പം മുട്ട പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് പൊട്ടിത്തെറിച്ച് മുഖത്തേക്ക് വീഴാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ അതിന് വേണ്ടി നമ്മൾ ഈ എഗ്ഗ് കട്ട് ചെയ്യുന്ന ഇതിൽ വെച്ചിട്ടാണ് നമ്മളെ മുട്ട കട്ട് ചെയ്തത്. ഞാനൊരു മുട്ട 6 പീസാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മുട്ട കത്തി കൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്യാം. നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എങ്ങനെയാണ് മുട്ട വേണ്ടത് അതേപോലെ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ഇതേപോലെ ചെയ്തിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതേപോലെ കിട്ടുന്നുണ്ട് നീളത്തിൽ. അതല്ലെങ്കിൽ നിങ്ങൾ ഒരു മുട്ട 4 പീസാക്കിയിട്ട് എടുക്കുക. അങ്ങനെ നടുവിലെ കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങനെയും ചെയ്യാം. അതെല്ലാം നിങ്ങളിഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിന് വേണ്ടി ഞാൻ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലതുപോലെ ചൂടാകുമ്പം നമുക്ക് ഈ മുട്ട നല്ലതുപോലെ മൈദയിൽ കോട്ട് ചെയ്തിട്ടെടുക്കണം. മുട്ട ഒട്ടും പുറത്ത് കാണാത്ത രൂപത്തിൽ വേണം കോട്ട് ചെയ്തിട്ടെടുക്കാൻ വേണ്ടി. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് നല്ലതുപോലെ ശ്രദ്ധിക്കണം. കാരണം പെട്ടെന്ന് തന്നെ മുട്ട എണ്ണയിൽ നിന്ന് പൊട്ടിത്തെറിക്കും. അത് പെട്ടെന്ന് മുഖത്തേക്കൊക്കെ പോകാൻ, അതുകൊണ്ടാണ് ശരിക്കും കോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത്. മുട്ട ഒട്ടും പുറത്ത് പോകാതെ രൂപത്തിൽ കോട്ട് ചെയ്തിട്ടെടുക്കാൻ നോക്കാം. ഞാൻ ആദ്യത്തെ ഇതൊക്കെ നല്ലതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലതുപോലെ ഇളക്കിയിട്ടൊക്കെ കൊടുത്ത് ഞാനൊരു ട്രിപ്പ് ഫ്രൈ ചെയ്തിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. നല്ലതുപോലെ തന്നെ മൊരിഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട് നമ്മളെ മുട്ട ബജി. ഇനി അത് നമുക്കെല്ലാം തന്നെ നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം തന്നെ നമുക്ക് വെണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്ത ട്രിപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതും നല്ലതുപോലെ ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഞാൻ വീണ്ടും തന്നെ ഇതെല്ലാം ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെ മുട്ട ബജി നല്ലതുപോലെ എല്ലാം തന്നെ ഒരേപോലെ ഫ്രൈ ചെയ്തിട്ട് നമ്മളെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്.
ഇതാണ് നമ്മളെ മുട്ട ഫ്രൈ. 4 മുട്ട കൊണ്ട് നമുക്ക് ഇതിലും ഇത്രയും ഇതല്ല, കുറച്ചും കൂടി ഉണ്ട്, എണ്ണയിലുണ്ട് അത്ര. പിന്നെ കുറച്ച് ഒരു മുക്കാലായപ്പോൾ ഞാൻ കോരിയതാണ്. കുട്ടികൾ കരയുന്നത് കൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി പെട്ടെന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ നമ്മൾക്ക് 4 മുട്ട കൊണ്ട് ഇത്രയും നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാം. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഇനിയും ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. എല്ലാവരോടും വീണ്ടും അസ്സലാമു അലൈക്കും. താങ്ക് യു.